എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LG ഇൻവെർട്ടർ AC പി സി ബി ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഔട്ട്ഡോർ പി സി ബി ആണ്. CH05 എന്നുള്ള എററുമായിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു പി സി ബി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഞാനിതൊന്നും ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആകുന്നില്ല എന്ന് മനസ്സിലായി. ഔട്ട്ഡോർ യൂണിറ്റ് എന്തുകൊണ്ടാണ് ഓൺ ആവാത്തത്, അത് എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രോബ്ലം എന്നെല്ലാം നോക്കി നമുക്ക് എങ്ങനെ ഈ ഇത് തിരിച്ച് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇതിനകത്ത് പവർ കൊടുക്കാനുള്ള സപ്ലൈ കൊടുക്കാനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഔട്ട്ഡോർ ബോർഡ് പവർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡോറുമായിട്ട് കണക്ഷൻ കൊടുത്ത് നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. പവർ ഓൺ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ഫുള്ളി ഡെഡായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ചെറിയൊരു LED ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊരു വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെ നമുക്ക് ഇതിനകത്ത് സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ സീരിയൽ ബൾബ് ഉപയോഗിച്ചിട്ട് അതുവഴിയായിരിക്കും നമ്മൾ ഇതിനകത്ത് സപ്ലൈ കൊടുക്കുന്നത്. സപ്ലൈ കൊടുത്ത് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയി നമുക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ ആകുന്നത് വരെ നമ്മൾ സീരിയലിലേക്ക് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് കൊടുത്തിത് വർക്ക് ചെയ്യിപ്പിക്കാം. ആദ്യം തന്നെ നമുക്കിത് പവർ കൊടുത്തിട്ട് ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. ഈ മെയിൻ 220 വോൾട്ട് നേരെ ഇവിടെ വന്ന് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഇത് റെഗുലേറ്റ് ആയിട്ട് നമ്മുടെ ഈ കപ്പാസിറ്ററിൽ 320 വോൾട്ട് ചാർജ് ആവും. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ഓൺ ആകുള്ളൂ. ഈ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ എന്നാണ് നമുക്ക് 12 വോൾട്ട്, 15 വോൾട്ട്, പിന്നെ 5 വോൾട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 7805-ൻ്റെ ഒരു റെഗുലേറ്റിംഗ് IC ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾട്ടേജ് എല്ലാം നമുക്കിതിനകത്ത് വരുന്നുണ്ടോ എന്നാദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വോൾട്ടേജ് എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമ്മുടെ MCയിലോട്ട് പോകാം. MCയുടെ റിക്വയർമെൻറ്റ് വോൾട്ടേജ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ MCയുടെ റിക്വയർമെൻറ്റിലോട്ട് പോകണം. MCയുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസെറ്റ് പിന്നിലുള്ള വോൾട്ടേജ്, നമ്മുടെ ക്രിസ്റ്റൽ, ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം. ഇത് രണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബോർഡ് പവർ ഓൺ ആകത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് പവർ ഓൺ ചെയ്യാണ്. ഞാൻ പവർ പ്ലഗ് ചെയ്യാണ്. പവർ പ്ലഗ് ചെയ്ത് നമ്മുടെ ആ സീരിയൽ ബൾബ് നല്ല രീതിയിൽ പ്രകാശിച്ചിട്ട് ഓഫായിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഈ കപ്പാസിറ്റർ ചാർജായി, അതാണ് ആ ബൾബ് നല്ല രീതിയിൽ പ്രകാശിച്ചിട്ട് ഓഫായത്. ഓക്കെ, അതിനുശേഷം മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ കപ്പാസിറ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 321 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈയിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം 15 വോൾട്ട്, ഇവിടെ ഒരു P ഗ്യാങ് ഉണ്ടാവും. ഈ P ഗ്യാങ്ങിൽ നമ്മൾ നെഗറ്റീവ് പ്രോബ് വയ്ക്കുക. അതിനുശേഷം ഈ 15 വോൾട്ടിൻ്റെ ടെസ്റ്റിംഗ് പോയിന്റിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 00 എന്നാണ് കാണിക്കുന്നത്. അതേ കണക്ക് 12 വോൾട്ടിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 0.256 വോൾട്ട് കാണിക്കുന്നുണ്ട്. 5 വോൾട്ടിൽ ഒന്നും അവിടെ 613 എന്നുള്ള ഒരു വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്വിച്ചിങ് IC എന്ന് പറയുന്നത് TNY 276 PG എന്ന് പറയുന്ന സ്വിച്ചിങ് IC ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ സ്വിച്ചിങ് ICക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സർക്യൂട്ട് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതിൻ്റെ 1 മുതൽ 4 വരെ പിന്ന് ഗ്രൗണ്ടും, 5ാമത്തെ പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക്, 6ാമത്തെ പിന്നെ ഇതിൻ്റെ കപ്ലിംഗ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ പിന്നിൽ 7ാമത്തെ പിന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ചിങ് സൈഡായ ഡ്രെയിൻ, ICയുടെ ഡ്രെയിൻ സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഈ സ്വിച്ചിങ് ICയിൽ പ്രോപ്പറായിട്ട് ഈ 320 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നെഗറ്റീവ് പ്രോബ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിൽ വെച്ചിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് നമ്മൾ ഈ ഒരു സ്വിച്ചിങ് ICയുടെ ഡ്രെയിനിൽ വയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് 321 വോൾട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഒന്ന് ഈ ഐ സി ഇൻറ്റേർണലി ഡാമേജ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കപ്ലിങ് ഇവിടെ എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐ സി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് പവർ ഓഫ് ചെയ്തിടാം. പവർ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഈ കപ്പാസിറ്റർ, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഈ കപ്പാസിറ്ററിൽ ഫുൾ ചാർജിൽ നിൽക്കുക. ആ ചാർജ് നമ്മളിവിടെ ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, ആ ചാർജ് ഇവിടെ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ തൊടാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഐ സി ഷോർട്ടിങ്, ഈ ഒരു ഐ സിയിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോയെന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഐ സിയുടെ നെഗറ്റീവ്, ഈ 1 മുതൽ 4 വരെ നെഗറ്റീവാണ്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററോ ഓംസിലല്ല ഡയോഡ് മോഡിലിടുക. ഐ സി റീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഡയോഡ് മോഡിലിട്ട് വേണം റീഡ് ചെയ്യാൻ. നെഗറ്റീവ് പ്രോബ് ഈ 1 മുതൽ 4 വരെ നെഗറ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്നിൽ വെച്ചിട്ട് നമുക്ക് ഡ്രെയിനുമായിട്ട് ഒരു റീഡിങ്ങും ഇല്ല, ഓപ്പൺ ആണ്, അത് ഓക്കെയാണ്. ഇനി വരുന്നത് എൻ്റെ കപ്ലിംഗ് സൈഡാണ്. കപ്ലിംഗ് സൈഡും ഓക്കെയാണ്. ഇനി വരുന്നത് ഫീഡ്ബാക്കിൽ നമുക്ക് 104 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 104 റീഡിംഗ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇനി പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കാം. പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കിയാലും നമുക്കിവിടെ 104 റീഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ കണക്ക് റീഡിംഗ് വരുമ്പോഴത്തേക്കും ഇവിടെ ഷോർട്ടിങ് വരാനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഓംസ് മോഡിലിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 203 ഓംസിൽ ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐ സി കണക്റ്റഡ് ആയിട്ട്, ഈ ഒരു ഫീഡ്ബാക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ ഐ സിയിൽ കിടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ടാകും, ഒരു സെനർ ഡയോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്റ്റോ കപ്ലർ ആണ് ഈ ഒരു ഐ സിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കിടക്കുന്നത്. നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഐ സിയുടെ ഫീഡ്ബാക്ക് പിന്നെ വാക്സ് കോട്ടിങ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫീഡ്ബാക്ക് പിന്നെ ഞാൻ ഡീസോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ആ ഷോർട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ഐ സി ആണോ കംപ്ലൈൻറ്റ്, അതോ വേറെ ഡയോഡാണോ ഒപ്റ്റോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഐ സിയുടെ പിന്നിൽ ഞാൻ വെക്കുമ്പോഴത്തേക്ക് അവിടെ എനിക്ക് 199 ഓംസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു പിന്നെ പാഡിൽ, ഇവിടെ ഈ ഒരു പാഡിൽ എനിക്ക് റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. അതായത് നമ്മുടെ ഈ ഒരു മെയിൻ ഈ ഒരു സ്വിച്ചിങ് ഐ സിയുടെ ഫീഡ്ബാക്ക് ലെഗാണ് ഷോർട്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ സി തന്നെയാണ് ഇതിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐ സി ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയൊരു ഐ സി അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഇരുന്ന ഈ ഒരു ഐ സി TNY 276 PG. ഓക്കെ, അപ്പോൾ ഞാനൊരു പുതിയ ഐ സി എടുത്തിട്ടുണ്ട്, സെയിം നമ്പറിലുള്ള. അപ്പോൾ ഈ ഐ സി മാറ്റി വെച്ചിട്ട് ഈ ഒരു ഐ സി നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ പുതിയൊരു IC ഇതിനകത്ത് സെറ്റായിട്ടുണ്ട്. ഈ ICയുടെ റീഡിങ്ങും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഷോട്ടിങ്ങോ മറ്റ് റീഡിങ്ങോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. റീഡിങ് വരാൻ പാടില്ല. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ട് ആ വോൾട്ടേജ്, മിസ്സിങ് വോൾട്ടേജ് എല്ലാം പ്രസൻ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 15 വോൾട്ട്, അവിടെ 14.70 വോൾട്ടേജ് വന്നിട്ടുണ്ട്. 15 വോൾട്ട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ അവിടെ 8 വോൾട്ടേ വന്നിട്ടുള്ളൂ. നമുക്കിപ്പോൾ 5 വോൾട്ടും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു LED നമുക്കിവിടെ കത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഈ ഒരു LED നമുക്കിവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് മൊത്തം നമുക്ക് പിന്നെ കംപ്രസർ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഫുള്ള് വയറിങ് ചെയ്തിട്ട് നമുക്കൊന്ന് കംപ്രസർ റൺ ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഞാൻ കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ പീസ് കണക്ഷന്, പിന്നെ ഇൻഡോറിനകത്ത് ഫാൻ മോട്ടർ കണക്ഷൻ കാര്യങ്ങൾ, നമ്മുടെ ഇവിടെ കംപ്രസർ ലൈൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് ആ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഞാനിപ്പോൾ പവർ കൊടുത്ത് ഓൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. കംപ്രസർ എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ഡോറിനകത്തുള്ള ഈ ഒരു LED ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു LED ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കംപ്രസർ വർക്കിംഗ് ആയിട്ടുണ്ട്. കംപ്രസർ പ്രോപ്പറായിട്ട് തന്നെയാണ് എടുത്ത് റണ്ണിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. സ്വിച്ച് ഇവിടെയുണ്ട്. ഡിസ്പ്ലേ ഓഫ് ആയിട്ടുണ്ട്. കംപ്രസറും ഓഫായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് CH05 എന്നുള്ള എററുമായിട്ട് വന്നത് ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് ഫുള്ളി ഡെഡ് ആയിരുന്നു. സ്വിച്ചിങ് IC മാറിയിട്ട് നമ്മളത് റെഡിയാക്കി എടുത്തു. ഇപ്പോൾ കംപ്രസർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തതെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.